പിതാവ് ബനു അബ്ദ് ഷംസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും ബിംബാരാധനയിൽ പേര് കേട്ട ആളും സമൂഹത്തിലെ വലിയ പ്രമാണിയുമൊക്കെ ആയിരുന്നു. പക്ഷേ എങ്കിലും പ്രിയപ്പെട്ട മകൻ ഖാലിദ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിൽ ഒരാളായി തീർന്നു. 5-മത്തെയോ 6-മത്തെയോ ആളായി ഇസ്ലാമിലേക്ക് വരാൻ ഭാഗ്യം ലഭിച്ച ഖാലിദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു ആരാണ്? അവരുടെ ചരിത്രം എന്താണ്? കഥ കേൾക്കാം. ഒരിക്കൽ അബൂ ഉഹൈഹ, അദ്ദേഹം ഹജൂനിൻ്റെ ഉയർന്ന പ്രദേശത്താണ് വീട്. അവിടുന്ന് ഹറമിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ യാത്ര പോവുകയാണ്. ശാന്ത സുന്ദരമായ മനോഹരമായ പൊടിപടലങ്ങളൊന്നുമില്ലാത്ത ഒരു നല്ല കാലാവസ്ഥ ആസ്വദിച്ചുകൊണ്ട് ആഢ്യത്വത്തിൻ്റെ വലിയ സ്ഥാനം മഹിമയൊക്കെ ഉള്ളതിൻ്റെ അടയാളമായ ഒരു ചുവന്ന തലയിൽക്കെട്ടുമായാണ് അദ്ദേഹം നടന്നു നീങ്ങുന്നത്. സഈദ് ബിനു ആസ് ബിനു ഉമയ്യ എന്നാണ് അബൂ ഉഹൈഹയുടെ പൂർണ്ണമായ പേര്. വലിയ വിലപിടിപ്പുള്ള തലയെക്കെട്ടാണ്. അത് ധരിച്ചാണ് അദ്ദേഹം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. യമനിലെ രാജാക്കന്മാരുടെ സ്വർണ്ണ നൂലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മേൽമുണ്ട് പുറത്ത് ഒരു വലിയ തലയെടുപ്പോടെ ധരിച്ചുകൊണ്ട് വലിയ ഗർവോടുകൂടെയാണ് അദ്ദേഹം ഹറമിലേക്ക് യാത്ര വരുന്നത്. അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമായി അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാരും സേവകന്മാരും ഒക്കെ ഉണ്ട്. വലതു ഭാഗത്തായിട്ട് അദ്ദേഹത്തിൻ്റെ ആൺമക്കൾ സ്ഥാനമർപ്പിച്ചിട്ടുണ്ട്. ഖാലിദ് എന്നു പേരുള്ള മകനായിരുന്നു മുൻഭാഗത്തായിട്ട് നടന്നത്. ഇടതുഭാഗത്തായിട്ട് അദ്ദേഹത്തിൻ്റെ ഗോത്രമായ ബനു അബ്ദി ഷംസിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. വെള്ളപിടിപ്പുള്ള പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആ ഒരു വല്ലാത്ത ഒരു വരവ് എല്ലാവരെയും ആകർഷിക്കാൻ മാത്രം ശക്തമായ ഒരു പ്രവാഹം പോലെയായിരുന്നു ഹറമിലേക്ക് ഈ സംഘം യാത്ര ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ആ സംഘം യാത്ര ചെയ്ത് ഹറമിലെത്തുകയാണ്. ഹറമിലെത്തുന്നതോടുകൂടെ ഇവരുടെ വരവ് കണ്ട എല്ലാ ആളുകളും അവർക്ക് വേണ്ടി വഴി മാറിക്കൊടുത്തു. കാരണം അത്രയും ഒരു ആഢ്യത്വം നിറഞ്ഞ ഒരു യാത്രയായിരുന്നു അത്. കിരീടം ധരിച്ച ആളെത്തിയിരിക്കുന്നു എന്ന് ജനങ്ങളൊക്കെ പറഞ്ഞു. ആ ഒരു പ്രത്യേകമായ തലയിൽക്കെട്ട് ധരിച്ച് അബൂ ഉഹൈഹ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഖുറൈശികളിൽ മറ്റാരും അതേ നിറത്തിലുള്ള തലയിൽക്കെട്ട് കെട്ടാറുണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തോടുള്ള ആദരവായിരുന്നു. അത്രമാത്രം സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട, സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം എന്ന് ചുരുക്കം. അങ്ങനെ എല്ലാവരും വളരെ പെട്ടെന്ന് ആദരവോടെ മാറി നിന്ന് കൊടുത്ത് അബൂ ഉഹൈഹയും സംഘവും കഅബയുടെ നേരെ അടുത്ത് പോയി അവിടെ ഇരുന്നു. തുടർന്ന് ഖുറൈശി നേതാക്കളായ ആ കാലത്തെ പ്രമുഖരായ അബൂ സുഫിയാൻ ബിനു ഹർബ്, ഉത്ബത്ത് ബിൻ റബിയ, അബൂ ജഹൽ അടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തെ വന്ന് അഭിവാദ്യം ചെയ്യുകയുണ്ടായി. കാരണം അവരൊക്കെ എല്ലാവരും ആദരിക്കുന്ന ഒരു വലിയ വ്യക്തിയാണ് ഇദ്ദേഹം. അഭിവാദ്യം ചെയ്ത ഖുറൈശി പ്രമുഖരുടെ നേരെ നോക്കി തല ഉയർത്തിക്കൊണ്ട് അബൂ ഉഹൈഹ ഇങ്ങനെ ചോദിച്ചു, അല്ല, സഅദ് ബിൻ അബി വഖാസ് മുഹമ്മദിൻ്റെ കൂട്ടത്തിൽ ചേർന്നു എന്ന് കേട്ടല്ലോ, അത് ശരിയാണോ? നമ്മുടെ പൂർവ്വപിതാക്കളുടെ എല്ലാവരുടെയും മതമൊക്കെ ഉപേക്ഷിച്ച് മുഹമ്മദിൻ്റെ മതത്തിൽ ചേരുക എന്ന് മാത്രമല്ല, തിരിച്ചു വരണം എന്ന് പറയാൻ വേണ്ടി, ശാന്തമായി സംസാരിക്കാൻ വേണ്ടി ചെന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇത്രമാത്രം ധൈര്യം അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി? കേട്ടതെല്ലാം സത്യമാണോ എന്ന് ഇദ്ദേഹം ചോദിക്കുകയാണ് അവിടെ. തുടർന്ന് അബൂ ഉഹൈഹ ഇങ്ങനെയും പറയുന്നുണ്ട്, സത്യമാണ്, അള്ളാഹുവാണേ സത്യം. ബനു ഹാഷിംകാരോടുള്ള ആദരവ് എൻ്റെ മനസ്സിലില്ലായിരുന്നുവെങ്കിൽ ആ മുഹമ്മദ് ബിൻ അബ്ദുള്ളയുടെ കഥ കഴിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് പുറപ്പെട്ട് ഞാനത് ചെയ്യുമായിരുന്നു. അത്രമാത്രം ദേഷ്യത്തിലാണ് അബൂ ഉഹൈഹ ആ സമയത്തുള്ളത്. പിന്നെ കൂടുതൽ കഴിയാതെ അബൂ ഉഹൈഹയും സംഘവും തിരിച്ച് വീട്ടിലേക്ക് ഹജൂനിൻ്റെ ഭാഗത്തേക്ക് പോയി. പക്ഷേ മകൻ ഖാലിദ് മാത്രം അവിടെ തങ്ങി. ആ കഅബയെ ചുറ്റിപ്പറ്റി അവിടെ തന്നെ കഴിഞ്ഞുകൂടുകയായിരുന്നു പ്രിയപ്പെട്ട മകൻ ഖാലിദ്. മറ്റു മക്കളൊക്കെ തിരിച്ചു കൂടെ പോയി. ഖാലിദ് എന്ന മകൻ മാത്രം അവിടെ തങ്ങുകയാണ്. പുതിയതായിട്ട് വന്നു എന്ന് പറയുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെക്കുറിച്ച് അറിയാനും കൂടുതൽ വിവരങ്ങളൊക്കെ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഖാലിദ് അവിടെ തന്നെ തങ്ങിയത്. കാരണം പലരും ഖുറൈശികളിൽപ്പെട്ട പ്രമുഖരായ ആളുകളും അല്ലാത്തവരുമൊക്കെ ധാരാളം കുറ്റങ്ങളും ഒരുപാട് പരാതികളുമൊക്കെയാണ് മുഹമ്മദിനെക്കുറിച്ച് പറയുന്നത്. അതിൽ എന്താണ് അതിൻ്റെ വാസ്തവം, എന്താണ് സത്യം, എന്താണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി പറയുന്നത് എന്താണ് എന്നതൊക്കെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഖാലിദ് അവിടെ തന്നെ തങ്ങിയത്. അങ്ങനെ കുറേ ആളുകളുമായി സംസാരിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഖാലിദിന് ഒരു കാര്യം ബോധ്യമായി. ഇവർ ഈ പറയുന്നതിന് മാത്രമുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മോശപ്പെട്ട ചിന്താഗതികളോ ആദർശമോ ഉള്ള ആളല്ല ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവർ പറയുന്ന അത്രയും ഭീകരമായ കാര്യങ്ങളല്ല ആ മഹാമനുഷ്യൻ അവതരിപ്പിക്കുന്നത്. കുറേ നല്ല കാര്യങ്ങളാണല്ലോ അദ്ദേഹം സമൂഹത്തിൽ പറയുന്നത്. എന്നിട്ടും ഇവരെന്തുകൊണ്ടാണ്
ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കുന്നത് എന്നൊരു ചിന്തയാണ് ഖാലിദിൻ്റെ മനസ്സിൽ വന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ കേട്ടറിഞ്ഞ് മനസ്സിലാക്കി രാത്രി ഏറെ ഇരുട്ടിയതിന് ശേഷമാണ് അന്ന് ഖാലിദ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്ന ഖാലിദ് നേരെ സാധാരണ പിതാവിൻ്റെ റൂമിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ഉപ്പാൻ്റെ റൂമിലേക്കൊന്ന് ചെന്ന് അഭിവാദ്യം ചെയ്തിട്ടാണ് റൂമിലേക്ക് പോവുക. പക്ഷെ അന്ന് അങ്ങനെ അഭിവാദ്യം ചെയ്യാൻ തോന്നിയില്ല. മനസ്സ് ഒന്ന് വേഗം നന്നായി ഉറങ്ങണം എന്ന ചിന്തയിൽ റൂമിലേക്ക് ചെന്ന് മെത്തയിൽ കിടന്നു. പക്ഷെ എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നുറങ്ങാൻ ശ്രമിച്ചിട്ടും ഉറക്കം വരുന്നില്ല. മനസ്സ് മുഴുവനും മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ആ വ്യക്തി പറയുന്ന ആദർശം അത്രമാത്രം ശുദ്ധമായ ആദർശം, അതിനെന്തിനാണ് ആളുകളിങ്ങനെ എതിർക്കുന്നത്? അതിനോട് ദേഷ്യം വെച്ച് പുലർത്തുന്നത് എന്തിനാണ്? തൻ്റെ പിതാവ് എങ്ങനെയായിരിക്കും ആ മഹാ ആദർശത്തോട് പ്രതികരിക്കുക? ഏകാധിപതിയെപ്പോലെ പെരുമാറുന്ന ഒരാളാണ് പിതാവ്. അപ്പം അതുകൊണ്ട് ആ പിതാവ് എങ്ങനെയായിരിക്കും ആ മുഹമ്മദ് നബിയോട് പ്രതികരിക്കുക? വരും നാളുകളിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംഭവിക്കുക? ഇങ്ങനെ കുറേ നേരം തിരിച്ചും മറിഞ്ഞും ആ മുഹമ്മദ് നബി പറയുന്നതിൽ സത്യമുണ്ട്, നീതിയുണ്ട് എന്ന ചിന്തയിലാണ് ഖാലിദ് എത്തുന്നത്. അങ്ങനെ പാതിരാത്രിയുടെ ഏതോ യാമങ്ങളിലാണ് ഖാലിദ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത്. അതുവരെ ഈ ചിന്തയിൽ തന്നെയായിരുന്നു. അങ്ങനെ ഉറങ്ങിയ ഖാലിദ് ഒരു പ്രത്യേകമായ സ്വപ്നം കണ്ട് പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ്. ഞെട്ടി ഉണർന്ന് പരിഭ്രമിച്ചുകൊണ്ട് ഉടനെ തന്നെ എഴുന്നേറ്റ് ഖാലിദ് ഇങ്ങനെ പറയുന്നുണ്ട്, അള്ളാഹുവാണേ സത്യം, ഞാൻ കണ്ട സ്വപ്നം തീർച്ചയായിട്ടും സത്യമായ സ്വപ്നമാണ്, അതൊരിക്കലും കളവല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായിരുന്നു ഖാലിദ് കണ്ട ആ സ്വപ്നം? ആ സ്വപ്നം ഖാലിദ് തന്നെ പിന്നീട് ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ഞാൻ കണ്ട സ്വപ്നം ഇങ്ങനെയായിരുന്നു. നരകത്തിൻ്റെ ഏറ്റവും ആഴവും പരപ്പുമുള്ള താഴ്വാരങ്ങളിൽ ഒന്നിൽ എത്തിപ്പെട്ടതായിട്ടാണ് ഖാലിദ് തന്നെ ആ സ്വപ്നത്തിൽ കാണുന്നത്. ആ രംഗം കണ്ടാൽ ഏതൊരാൾക്കും പേടി വന്ന് ഒരുപക്ഷെ പൊട്ടിത്തകർന്ന് തരിപ്പണമായി പോകാൻ മാത്രം ഭയാനകമായ രംഗങ്ങളാണ്. ആളിപ്പടരുന്ന തീ, ആ തീൻ്റെ ചൂടേറ്റ് പരിസരം മുഴുവനും കത്തിയെരിയുന്ന സമാനമായ ഭീതിപ്പെടുത്തുന്ന രംഗങ്ങളാണ് ഖാലിദ് കണ്ടത് മുഴുവനും. അതിൻ്റെ ആ താഴ്വാരത്ത് ഖാലിദ് നിൽക്കുന്നതായിട്ടാണ് ഖാലിദ് അവിടെ കാണുന്നത്. ഈ ഭയാനകമായ കാഴ്ചകളുള്ള അനുഭവങ്ങളുള്ള നരകത്തിൻ്റെ ആ ഭാഗത്ത് നിന്ന് പതുക്കെ മാറാൻ വേണ്ടി ഖാലിദ് ശ്രമിക്കുകയാണ് സ്വപ്നത്തിൽ. ഖാലിദ് ശ്രമിക്കുന്ന ആ സമയത്തൊക്കെ പിതാവ് പ്രത്യക്ഷപ്പെട്ട് ഈ ഖാലിദിനെ ആ നരകത്തിലേക്ക് തന്നെ തള്ളി നീക്കുകയാണ്. വീണ്ടും ഖാലിദ് ശക്തമായിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പിതാവ് നരകത്തിലേക്ക് തന്നെ തള്ളി നീക്കുന്നു. ഇങ്ങനെ കുറേ നേരം ഈ മൽപ്പിടുത്തം നടന്ന് അവസാനം ഖാലിദിന് ശക്തിയില്ലാതെയാകുന്ന, ഖാലിദ് തളർന്നു പോകുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ആ പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ആ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നതായിട്ടാണ് ഖാലിദ് സ്വപ്നത്തിൽ കാണുന്നത്. ഖാലിദിൻ്റെ അരയുടെ ഭാഗത്ത് ആ ഡ്രസ്സിൽ ചേർത്ത് പിടിച്ചുകൊണ്ട്, തൂക്കിപ്പിടിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് പിടിച്ച് കരകയറ്റുകയാണ് ഖാലിദിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വപ്നം ഖാലിദിൻ്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഒരിക്കലും ഒരു വ്യാജമായ ഒരു സ്വപ്നമല്ല, ഇത് സത്യമാണ്, അള്ളാഹുവാണ് ഈ സത്യം, ഇതൊരു സത്യമായ സ്വപ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് പുലർച്ചെ വരെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഖാലിദ് സമയം ചെലവഴിക്കുന്നത്. നേരം പുലരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഖാലിദ്. ഖാലിദ് ബിൻ സയ്യിദ് രാവിലെ ആയപ്പോൾ ആദ്യം ചെന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്കാണ്. അവരുമായിട്ട് നേരത്തെ സൗഹൃദമുണ്ട്. ആ സൗഹൃദത്തിൻ്റെ പേരിലാണ് അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഖാലിദ് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണ്, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, ഇതിൻ്റെ വിശദീകരണം എന്താണ്? ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ സത്യമായ ഒരു സ്വപ്നമാണ് കണ്ടത്. ആ പ്രവാചകർ എല്ലാ നന്മയിലേക്കും നമ്മളെ നയിക്കാൻ വേണ്ടി വന്ന ആളാണ്. എല്ലാ തിന്മയിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തി അള്ളാഹുവിൻ്റെ ദൂതനായി അള്ളാഹുവിലേക്ക് നമ്മൾ ക്ഷണിക്കാൻ വേണ്ടിയാണ് ആ പ്രവാചകർ വന്നത്. തീർച്ചയാണ്, ഇപ്പോൾ നിങ്ങളിതിൽ വിശ്വസിച്ചാൽ ഭാവിയിൽ എല്ലാ മതങ്ങളെയും എല്ലാ പ്രദേശങ്ങളെയും അതിജയിച്ച് ഈ ഒരു മതം ഉറപ്പായിട്ടും വളരും. താങ്കൾ വേഗം ഇതിനകത്തേക്ക് പ്രവേശിക്കുക. താങ്കൾ ഇതിൽ ചേർന്നാൽ സ്വർഗത്തിൻ്റെ എല്ലാ കവാടങ്ങളും താങ്കൾക്ക് വേണ്ടി തുറക്കപ്പെടും. ഏതൊരു നരകത്തിലേക്കാണോ താങ്കളുടെ പിതാവ് താങ്കളെ അനയിച്ചുകൊണ്ടിരുന്നത്, അതിൽ നിന്ന് താങ്കൾ രക്ഷപ്പെടും. മാത്രമല്ല, ആ പിതാവ് അതിൽ നിന്ന് ആ ഒരു അവസ്ഥയിൽ നിന്ന്, ആ ഒരു ആശയത്തിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ ആ പിതാവ് നരകത്തിൽ പെട്ടുപോവുകയും ചെയ്യും. ഇത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാക്ക് തീർച്ചയായിട്ടും ഖാലിദിൻ്റെ അകം വീണ്ടും തുറക്കുകയാണ്. മാനസാന്തരങ്ങൾ അവിടെ നടക്കുകയാണ്. ഖാലിദ് ഒരു മിനിറ്റ് പോലും കളഞ്ഞില്ല. നേരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയങ്ങളിൽ അജിയാദ് താഴ്വരയിൽ ആരും കാണാതെ ശാന്തമായി സ്വസ്ഥമായി ഒറ്റയ്ക്കിരുന്ന് ഇബാദത്തുകൾ ചെയ്യുകയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ചെന്ന് റസൂലിൻ്റെ അടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട്, താങ്കൾ ഏതൊരു ആശയത്തിലേക്കാണ് ജനങ്ങളെയൊക്കെ ക്ഷണിക്കുന്നത് എന്ന് ഖാലിദ് ബിൻ സഈദ് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു,
അള്ളാഹു അല്ലാതെ ആരാധ്യൻ മറ്റാരുമില്ല, ഞാൻ മുഹമ്മദ് നബി അവിടുത്തെ ദൂതനാണ്, എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിന്ന് നന്മകളിലേക്ക് വരണം, കാണാനോ കേൾക്കാനോ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനോ ആരൊക്കെയാണ് വരുന്നത് പോകുന്നത് എന്നത് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിഗ്രഹങ്ങൾക്ക് ആരാധന ചെയ്യരുത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരം കേട്ട ഖാലിദിൻ്റെ മുഖം സന്തോഷം കൊണ്ട് പുഞ്ചിരി തൂകി പ്രസന്നമാവുകയാണ്. ഉടനെ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ഖാലിദ് ബിൻ സഈദ് ഉടനെ വിളിച്ചു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ആ സത്യ സന്ദേശത്തിലേക്ക് വരുന്ന ആദ്യത്തെ 5-മത്തെയോ 6-മത്തെയോ ആളായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ഭാഗ്യം ഖാലിദ് ബിൻ സഈദ് എന്നവർക്ക് റളിയല്ലാഹു അൻഹു ലഭിക്കുകയാണ്. അവർ അള്ളാഹുവിൻ്റെ ഹബീബിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്വഹാബിയായി തുടക്ക കാലഘട്ടത്തിൽ തന്നെ മാറുകയാണ്. ആ സമയത്ത് ആകെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നവർ ഒന്ന് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ, സെയ്ദ് ബിൻ ഹാരിത്ത് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് തുടങ്ങിയവർ മാത്രമായിരുന്നു. പിന്നീട് കടന്നു വരുന്നത് ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു ആണ്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഹജൂൻ പരിസരത്തുള്ള കൊട്ടാര സമാനമായ വീടുകളൊക്കെ ഒഴിവാക്കി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വഹാബത്തിനോടൊപ്പം ഏതാനും അനുചരന്മാർ മാത്രമുള്ളത് അവരോടൊപ്പം താഴ്വാരങ്ങളിൽ മാറി മാറി താമസിക്കുകയാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു. ഇബാദത്തിൻ്റെ, ആരാധനയുടെ, അള്ളാഹുവിനോടുള്ള പ്രേമത്തിൻ്റെ ആ മഹത്തായ ആ ഒരു രുചി അവർ ആസ്വദിച്ചറിയുകയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊതിത്തരുന്ന ഖുർആൻ വാക്യങ്ങൾ കാണാതെ പഠിച്ചും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയും പരസ്യമായി ഇബാദത്തെടുക്കാൻ അവസരം ഉണ്ടാവാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് രഹസ്യമായ ഇബാദത്തുകളിലും പ്രവർത്തനങ്ങളിലുമായിരുന്നു അവരൊക്കെ ആ കാലത്ത് ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ് ഖാലിദിൻ്റെ. പക്ഷേ ഖാലിദിൻ്റെ വീട്ടിൽ ഖാലിദിനെ കാണാനില്ല. ഖാലിദിന് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ പിതാവും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുമൊക്കെ തെരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഖാലിദിന് എന്ത് പറ്റി? ഖാലിദിനെ കണ്ടിട്ട് ദിവസങ്ങളായല്ലോ, ഖാലിദിന് വല്ല അപകടവും പറ്റിയോ, ഖാലിദ് എവിടെ പോയതാണ്? അവർ വിഷമത്തോടുകൂടെ സങ്കടത്തോടുകൂടെ ഖാലിദിനെ കിട്ടാൻ വേണ്ടിയുള്ള അന്വേഷണങ്ങൾ തുടരുകയാണ്. അങ്ങനെ കുറേ അന്വേഷിച്ചെങ്കിലും ഖാലിദിനെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ആ വാർത്ത അവരറിയുന്നത്. പ്രിയപ്പെട്ട മകൻ ഖാലിദ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായി തീർന്നിരിക്കുന്നു. മക്കയിലെ കിരീടമില്ലാത്ത രാജാവായിരുന്ന സഈദ് ബിൻ ആസിൻ ഒരിക്കലും സ്വീകരിക്കാൻ, ചിന്തിക്കാൻ പോലും, സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു തൻ്റെ മകൻ ലാത്തയെയും ഉസ്സയെയും ഒക്കെ തള്ളിപ്പറഞ്ഞ് മുഹമ്മദിൻ്റെ കൂടെ കൂടുക എന്ന ഒരു കാര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമാത്രം ബനു അബ്ദി ഷംസിൽ വലിയ സ്ഥാനമുള്ള, വലിയ നേതാവായ, അവരുടെ മതപരമായ കാര്യങ്ങൾക്കൊക്കെ നേതൃപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തൻ്റെ മകൻ, പ്രിയപ്പെട്ട മകൻ, ആ മകൻ തൻ്റെ മതം വിട്ടുപോയിരിക്കുന്നു എന്നതൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു സഈദിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഖാലിദിനെ കണ്ടുപിടിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തൻ്റെ മുമ്പിൽ കൊണ്ടുവരണം, ഒരു പാഠം ഞാൻ പഠിപ്പിക്കും എന്ന രീതിയിൽ ഭൃത്യനായ റാഫിഅനെയും ഖാലിദിൻ്റെ സഹോദരങ്ങളായ, അതായത് സഈദിൻ്റെ മറ്റു മക്കളായ അബാൻ, ഉമർ എന്നിവരെയൊക്കെ ഒരു സംഘമായിട്ട് പിതാവ് പറഞ്ഞേക്കുകയാണ്. അങ്ങനെ ആ 2 മക്കളും സേവകനും അടങ്ങുന്ന സംഘം താഴ്വാരങ്ങളിൽ പലയിടത്തും അന്വേഷിച്ച് അവസാനം ഒരു താഴ്വാരത്ത് ഖാലിദിനെ അവർ കണ്ടെത്തി. ഭക്തി നിർഭരമായ, വല്ലാത്ത ഇബാദത്തിൽ മുഴുകിയിരിക്കുന്ന ഖാലിദിൻ്റെ ആ പ്രശാന്ത സുന്ദരമായ, സമാധാനപൂർണമായ ആ ജീവിതം, ആ ഒരു ഇബാദത്തും ആ ശൈലിയും എല്ലാം കണ്ടപ്പോൾ ഈ 3 ആളുകൾക്കും ഒരു പ്രത്യേകമായ അട്രാക്ഷൻ തോന്നി. ഒരു പ്രത്യേകമായ, പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു നിർവൃതിയിലാണല്ലോ ഈ ഖാലിദ് ഉള്ളത്, ഇതൊരു പ്രത്യേകമായ ആശയം തന്നെയാണല്ലോ എന്ന് അവരുടെ മനസ്സിലേക്ക് വന്നു. അവർ പറഞ്ഞു, നിന്നെ കാണാതെ പിതാവ് വളരെയധികം ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെയാണ്, അതുകൊണ്ട് പിതാവ് വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഖാലിദ് അവരുടെ കൂടെ സമ്മതത്തോടു കൂടെ ഞാൻ വരാം എന്ന് പറഞ്ഞ് പിതാവിൻ്റെ അടുത്തേക്ക് വരികയാണ്. അവിടെ എത്തിയ ഉടനെ തന്നെ ഇസ്ലാമികമായ രീതിയിലുള്ള ഒരു അഭിവാദനമാണ് ഖാലിദ് പിതാവിന് കൊടുക്കുന്നത്. പിതാവിനത് ഇഷ്ടപ്പെട്ടില്ല. നാശം, നിനക്ക് നാശം, നമ്മുടെ ദൈവങ്ങളായ ലാത്തയെയും ഉസ്സയെയും മനാത്തയും എല്ലാം വെടിഞ്ഞ് നീ മുഹമ്മദിന് അനുയായിയായി തീർന്നിരിക്കുകയാണോ? പിതാവ് വീണ്ടും അത്ഭുതത്തോടെ മകനിൽ നിന്ന് നേരിട്ട് ആ കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. ഖാലിദ് പറഞ്ഞു, ഞാൻ മതം ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല, ഞാൻ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് വിശ്വസിക്കുന്നു. ആ അള്ളാഹുവിലേക്കുള്ള ദൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത, ഒരു ഗുണവും നമുക്ക് ചെയ്യാൻ കഴിയാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രമാത്രമാണ് എൻ്റെ ചിന്തകൾ. പിതാവിന് ദേഷ്യം കൂടി. വീണ്ടും ചോദിച്ചു, നാട്യക്കാരനായ മുഹമ്മദിനെ നീ സത്യമാക്കുകയാണോ? അപ്പോൾ ഖാലിദ് പറഞ്ഞു,
തീർച്ചയായിട്ടും സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് ആ പ്രവാചകർ പറയുന്നത്. ജനങ്ങൾ നന്മയിലേക്കാണ് ആ പ്രവാചകർ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെയും എന്തിനാണ് ജനങ്ങൾ അവരെ എതിർക്കുന്നത്? ഖാലിദിൻ്റെ സംസാരം കേട്ട് പിതാവിന് വീണ്ടും ദേഷ്യം വർദ്ധിക്കുകയാണ്. പിതാവ് ഖണ്ഡിതമായി പറഞ്ഞു, ഉറപ്പിച്ച് പറഞ്ഞു, നിർബന്ധമായിട്ടും നീ ആ മുഹമ്മദുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കണം, അവരുടെ ആളല്ല എന്ന് ഇവിടെ പ്രഖ്യാപിക്കണം. അപ്പോൾ മകൻ ഉടനെ പറഞ്ഞു, എനിക്ക് ജീവനുള്ള കാലത്തോളം, എൻ്റെ ഹൃദയം സ്പന്ദിക്കുന്ന കാലത്തോളം ഞാൻ ഒരിക്കലും അത് ചെയ്യുകയില്ല എന്ന് പിതാവിനോട് തീർത്ത് പറഞ്ഞു. അപ്പോൾ കോപാന്ധനായ പിതാവ് ഇങ്ങനെ പറയുകയാണ് അവസാനം, എന്നാൽ എൻ്റെ സമ്പത്തിൽ നിന്ന്, വലിയ സമ്പത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം സയ്യിദ് പറഞ്ഞു, എൻ്റെ സമ്പത്തിൽ നിന്നൊരംശം പോലും, ഒരു ചില്ലിക്കാശ് പോലും നിനക്ക് കിട്ടില്ല, ഒന്നും നിനക്ക് ഞാൻ തരില്ല. ഖാലിദ് സിമ്പിളായി കൂളായിട്ട് പറഞ്ഞു, ഞാനതൊന്നും പ്രതീക്ഷിക്കുന്നില്ല, എനിക്കതൊന്നും വേണ്ട, എനിക്ക് ആവശ്യമുള്ളതൊക്കെ റബ്ബ് തന്നുള്ളൂ. വളരെ സിമ്പിളായിട്ടാണ് ഖാലിദിൻ്റെ മനസ്സിന് അത്രമാത്രം മാറ്റിയിട്ടുണ്ടായിരുന്നു. ബനു അബ്ദു ഷംസ് ഗോത്രത്തിൻ്റെ തന്നെ തലവനായ, അവരുടെ മതപരമായ കാര്യങ്ങളുടെയൊക്കെ നേതാവായ സയ്യിദ് ബിൻ ആസിന് തൻ്റെ മകൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ അതിയായ സങ്കടവും അതിയായ ദുഃഖവും അതോടൊപ്പം തന്നെ വലിയ ദേഷ്യവും ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സമ്പത്ത് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഒന്നും എനിക്ക് വേണ്ട, എനിക്കൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് മകൻ പ്രതികരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് കയ്യിലുണ്ടായിരുന്നൊരു വലിയൊരു വടിയെടുത്ത് ഖാലിദിനെ പൊതിരെ തല്ലാൻ തുടങ്ങി. ഖാലിദിൻ്റെ ശരീരത്തിലും തലയിലുമൊക്കെ അടിച്ച് തലയിൽ നിന്ന് തല പൊട്ടി രക്തം വന്നു, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും രക്തം വന്നു. രക്തമൊലിച്ച് അവസാനം ബോധം പോകുന്നതുവരെ ഖാലിദിനെ ആ പിതാവ് തല്ലിച്ചതച്ചു. അപ്പോഴൊന്നും ഖാലിദ് ആ അടി കിട്ടിക്കൊണ്ടിരുന്ന, രക്തം ചിന്തിക്കൊണ്ടിരുന്ന അവസ്ഥയിലും ഒരിക്കലും ഞാൻ മതം ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മതത്തിലേക്ക് വരാമെന്ന് ഒരു അക്ഷരം പോലും പിതാവ് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ പറഞ്ഞില്ല. അവസാനം 3 ദിവസം ഒരു ജയിലറ പോലെയുള്ള ഒരു സംവിധാനത്തിലേക്ക് ഖാലിദിനെ പറഞ്ഞയക്കുകയാണ്. പിതാവ് മകനെ ജയിലിലാക്കുകയാണ്. 3 ദിവസം വെള്ളമോ ഭക്ഷണമോ അന്നപാനീയങ്ങളൊന്നും കൊടുക്കാതെ 3 ദിവസമാണ് ഖാലിദിനെ അവർ ആ ജയിലിൽ അടക്കുന്നത്. 3-ാമത്തെ ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം ബോധം വന്നു. ശരീരമാകെ അടികൊണ്ട് മുറിവ് വന്ന് രക്തം ചിതറി ശാരീരികമായി തളർന്നു പോയിരിക്കുന്നു. മുറിവുകളുടെ വേദനകളുണ്ട്. കുടുംബത്തിലെ ഏതാനും ആളുകൾ എന്നാൽ ഖാലിദിനെ ഒന്ന് പോയി നോക്കാം എന്ന രീതിയിൽ ഖാലിദിൻ്റെ അടുത്ത് വന്നു. എന്താണ് മോനെ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് ഞാൻ വളരെ ഹാപ്പി ആയിരിക്കുന്നു എന്ന മറുപടിയാണ് ഖാലിദ് 3 ദിവസം ഭക്ഷണം കഴിക്കാതെ ശരീരമാസകലം മുറിവുണ്ടായിരുന്ന ഖാലിദ് ആ കുടുംബക്കാരോട് പറയുന്നത്. ആ കുടുംബക്കാരെ സ്നേഹത്തോടെ പറയുന്നുണ്ട്, മോനെ ഖാലിദേ, നീ നല്ല ബുദ്ധി പ്രയോഗിക്കടാ, പിതാവിനെ അനുസരിക്കൂ, ഈ സമയത്തെങ്കിലും നീ പിതാവിനെ അനുസരിക്കണം, അതാണ് നല്ല ബുദ്ധി. അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിനെ കൈയൊഴിയുന്ന വിഷയത്തിലാണ് പിതാവിനെ അനുസരിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നതെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല. എൻ്റെ ബുദ്ധി എന്നെ നല്ല വഴിക്ക് തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് ആ കുടുംബക്കാരിങ്ങനെ പറഞ്ഞു, ലാത്തയുടെയും ഉസ്സയുടെയും വിഷയത്തിലെങ്കിലും നിൻ്റെ പിതാവിനൊരു തൃപ്തിപ്പെടുന്നൊരു മറുപടിയെങ്കിലും തൽക്കാലം നീ പറയൂ, നിനക്ക് രക്ഷപ്പെടാം. അപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കലും ഞാൻ പറയില്ല. ലാത്തയുടെയും ഉസ്സയുടെയും കാര്യത്തിൽ അള്ളാഹുവിനും പ്രവാചകർക്കും ഇഷ്ടമില്ലാത്തത് ഒന്നും ഞാൻ പറയില്ല. അദ്ദേഹം എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ. ആ ഒരിക്കലും എത്രയൊക്കെ അടി കിട്ടിയാലും എത്രയൊക്കെ മർദ്ദനമേറ്റാലും 1 ഇഞ്ച് പോലും മാറാത്ത വിശ്വാസമായിരുന്നു ഖാലിദ് ബിൻ സയ്യിദ് ബിൻ ആസിൻ്റേത് റളിയല്ലാഹു അൻഹു. ഖാലിദിൻ്റെ ഈ പ്രതികരണം പിതാവിനെ വീണ്ടും വീണ്ടും ദേഷ്യപ്പിടിപ്പിക്കുകയാണ് ചെയ്തത്. അയാളുടെ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ ഖാലിദിനെയും കൊണ്ടുപോയി നട്ടുച്ച സമയത്ത്, മണലാരണ്യത്തിൻ്റെ ആ ഒരു നട്ടുച്ച സമയത്തെ ചൂട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ആ ചൂടിൽ പാറക്കെട്ടുകൾക്കിടയിൽ ഖാലിദിനെ കിടത്തി നിങ്ങളവിടെ കുറേ നേരം ഖാലിദിന് അവിടെ തന്നെ പലതരത്തിലുള്ള പീഡനങ്ങൾ ഏൽപ്പിക്കുക. ഖാലിദ് ആ വെയിലിൽ ഉരുകിത്തീരട്ടെ, എങ്ങനെയെങ്കിലും കാരണം അത്രമാത്രം ഒരു മതത്തിൻ്റെ ഒരു ഗോത്രത്തിൻ്റെ മുഴുവൻ നേതാവാണ് അയാളുടെ അഭിമാന ബോധത്തിന് അത്ര വലിയ ക്ഷതമാണ്. അയാളുടെ സമൂഹത്തിലിറങ്ങിയ ഒരു ഉപദേശം എങ്ങനെ നിർവഹിക്കും? സ്വന്തം മകനെ നന്നാക്കാൻ കഴിയാത്ത നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറയില്ലേ? ആ അപമാനഭാരം താങ്ങാനാവാതെ എല്ലാ പീഡനമുറകളും അടിച്ചും കുത്തിയും പീഡിപ്പിച്ചും എങ്ങനെയെങ്കിലും ആദർശത്തിൽ നിന്ന് ഒന്ന് പിന്നോട്ട് കൊണ്ടുവരാൻ കഴിയുമോ എന്ന അവസാനവട്ട ശ്രമത്തിലാണ് സയ്യിദ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഓരോ തവണ മണലാരണ്യത്തിലേക്ക്, പാറക്കെട്ടുകൾക്കിടയിലേക്ക് ക്രൂരമായ പീഡനങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോഴും ഖാലിദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, സത്യവിശ്വാസം നൽകി എന്നെ അനുഗ്രഹിച്ച അള്ളാഹുവിന് സർവസ്തുതികളും. അള്ളാഹു ഇസ്ലാം കൊണ്ട് എന്നെ ശക്തിയുള്ളവനും പ്രതാപമുള്ളവനുമാക്കിയിരിക്കുന്നു. അബൂ വൈഹ എന്ന എൻ്റെ പിതാവ് എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നരകത്തിലുള്ള ശിക്ഷയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് ഞാൻ ഇവിടെ അനുഭവിക്കുന്നത് ഒന്നുമല്ല.
ഇത്രയും നിസ്സാരമാണ് ഈ ദുനിയാവിലെ ശിക്ഷ. പക്ഷേ ഞാൻ നാളെ അള്ളാൻ്റെ ഹബീബിൻ്റെ കൂടെ ചേർന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാരണത്തിൽ യഥാർത്ഥ നരകത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും, എല്ലാ മുസ്ലിമീങ്ങളും രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ തവണ പീഡിപ്പിക്കാൻ വേണ്ടി ക്രൂരമായ മണൽക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഖാലിദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ചലനം പോലും ആ ഹൃദയത്തിൽ വരുന്നില്ല. അചഞ്ചലമായിരുന്നു ആ വിശ്വാസം. ഇങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഒരു ദിവസം രക്ഷപ്പെടാനൊരു അവസരം കിട്ടിയപ്പോൾ ഖാലിദ് രക്ഷപ്പെട്ട് നേരെ ചെന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്കാണ്. ഏറ്റവും സന്തോഷകരമായൊരു കാര്യമെന്ന് പറയുന്നത്, നേരത്തെ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഖാലിദിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കപ്പെട്ടിരുന്ന സഹോദരങ്ങളായ ഉമറും അബാനും, ഇവർ രണ്ടുപേരും ഖാലിദിനോടൊപ്പം ചേർന്ന് ഇസ്ലാമിക വിശ്വാസത്തിലേക്ക്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൻ്റെ ആ വലിയ പദവിയിലേക്ക് രണ്ടുപേരും കടന്നു വരികയാണ്. അവരൊന്നിച്ചാണ് ഹബീബിൻ്റെ അടുത്തേക്ക് പിന്നീട് യാത്രയാകുന്നതും അവിടെ ജീവിക്കുന്നതുമല്ല. തൻ്റെ പ്രിയപ്പെട്ട 3 ആൺമക്കളും തൻ്റെ മതം ഉപേക്ഷിച്ച് പൂർവ്വപിതാക്കന്മാരെയൊക്കെ തള്ളിപ്പറഞ്ഞ് പുതിയതായിട്ട് കടന്നു വന്ന പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളായി എന്നത് ഒരിക്കലും താങ്ങാനാകാത്ത ആഘാതങ്ങളുടെ മുകളിലുള്ള പിന്നെയുമുള്ള ആഘാതമായിരുന്നു ആ പിതാവിന്. അവസാനം ആ പിതാവ് ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. കാരണം അപമാനഭാരം താങ്ങി സമൂഹത്തിൽ യാതൊരു വിലയുമില്ല, ഇനി ഒരിക്കലും ഞാനിവിടെ നിൽക്കില്ല. എന്നെ അവഗണിച്ചവർ, എൻ്റെ മതത്തെ അവഗണിച്ചവരെ ഞാനും അവഗണിക്കുന്നു. അവർക്ക് സമ്പത്തോ ഒരു കാര്യവും ഞാൻ കൊടുക്കില്ല. തുടർന്ന് അദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം കിട്ടുന്നതെല്ലാം പൊറുക്കിയെടുത്ത് അദ്ദേഹം ത്വായിഫിലേക്ക് യാത്ര പോവുകയാണ്. എന്നേക്കുമായി അപമാനഭാരം കൊണ്ട് ജനങ്ങൾക്കിടയിൽ താമസിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ പിതാവ് ത്വായിഫിലേക്ക് യാത്ര പോയി. പിൽക്കാലത്ത് അവിടെയാണ് ജീവിതം നയിക്കുന്നത്. പിന്നീട് കടുത്ത വിഷമവും വലിയ ദുഃഖവും എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ച് ബഹുദൈവ വിശ്വാസിയായി തന്നെ ത്വായിഫിൽ അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യുദ്ധങ്ങളിലും ക്ലാസ്സുകളിലും പള്ളികളിലും സജീവമായ എല്ലാ കാര്യങ്ങളിലും ഇവരൊക്കെ പങ്കെടുക്കുകയാണ്. എത്യോപ്യയിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടി സമ്മതം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തപ്പോൾ ആ സംഘത്തിലുണ്ടായിരുന്നു പ്രിയപ്പെട്ട ഖാലിദ് റളിയല്ലാഹു അൻഹുവും ഭാര്യ അമീന റളിയല്ലാഹു അൻഹയും. നീണ്ട 10 വർഷങ്ങളാണ് അവർ എത്യോപ്യയിൽ കഴിച്ചു കൂട്ടുന്നത്. എത്യോപ്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രബോധന പ്രവർത്തനങ്ങളും പല കാര്യങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ട് അവരങ്ങനെ മുന്നോട്ട് പോയി. പിന്നീട് ജൂതർക്കെതിരെ ഖൈബർ യുദ്ധം നടന്ന് അതിൽ വിജയിച്ച ആ ഘട്ടത്തിലാണ് അവർ തിരിച്ച് മദീനയിലെത്തുന്നത്. ഖാലിദ് ബിൻ സഈദ് ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് വന്ന ആളായതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു ഖാലിദിനോട്. അപ്പോൾ ഖാലിദ് മദീനയിൽ തിരിച്ചെത്തി പലായനമൊക്കെ കഴിഞ്ഞ് എന്ന് കേട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സന്തോഷമായി. ഖാലിദിനെ ചേർത്ത് പിടിച്ച് ഖൈബറിൻ്റെ യുദ്ധാർജിത സമ്പത്തിൽ നിന്ന് ഒരു ഓഹരി ഖാലിദിനും റസൂലുള്ളാഹി കൊടുക്കുന്നുണ്ട്. പിന്നീട് നേതൃത്വമേൽപ്പിക്കാൻ പറ്റിയ വിശ്വാസയോഗ്യനായ പാണ്ഡിത്യവുമുള്ള ഒരാളെന്നർത്ഥത്തിൽ യമനിലെ ഭരണാധികാരിയായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു നിയോഗിക്കുന്നുണ്ട്. പിന്നീട് റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്ത് വരെ യമനിൽ ഭരണാധികാരിയായിരിക്കുകയാണ് ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗം ഖാലിദിന് വലിയ സങ്കടം, വലിയ നഷ്ടബോധം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ആരെ സമ്പത്തും പിതാവിനെയും കുടുംബത്തെയും എല്ലാം ഒഴിവാക്കി രാജകുമാരനായി കോടീശ്വരനായി ജീവിക്കാമായിരുന്നിട്ടും എല്ലാം ഒഴിവാക്കിയത് ഈ ഒരൊറ്റ വ്യക്തിയെ കണ്ടാണ്. ആ വ്യക്തി പഠിപ്പിച്ച റബ്ബിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട പറഞ്ഞപ്പോൾ ഖാലിദിന് ഒരിക്കലും താങ്ങാനാകുമായിരുന്നില്ല. എല്ലാ സ്വഹാബത്തിനെയും പോലെ ഖാലിദും കടുത്ത വിഷമത്തിലായിരുന്നു ആ ദിവസങ്ങളിൽ. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായ ഘട്ടത്തിൽ റോമക്കാരുമായി ഷാമിൽ പോയി യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രധാനപ്പെട്ട ഒരു സൈന്യത്തെ രൂപപ്പെടുത്തിയപ്പോൾ അതിലൊരംഗമായി പ്രധാനപ്പെട്ട ഒരാളായി ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്തു. എണ്ണം പറഞ്ഞ അശ്വഭടന്മാരിൽ ഒരാൾ കൂടെയായിരുന്നു ഖാലിദ് ബിൻ സഈദ്. റോമക്കാർക്കെതിരെ അതിശക്തമായ പോരാട്ടങ്ങളാണ് ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു കാഴ്ചവെച്ചിട്ടുള്ളത്. ദമസ്കസിനടുത്ത മർജുസ് സഫർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഖാലിദ് റളിയല്ലാഹു അൻഹു ഹാരിസിൻ്റെ മകളായ ഉമ്മു ഹക്കീം എന്നവരെ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവരോട് വിവാഹാഭ്യർത്ഥന നടത്തിയ ഘട്ടത്തിൽ അവർ പറയും, ഇപ്പോൾ ഏതായാലും യുദ്ധം സമാഗതമായിരിക്കുകയല്ലേ, അപ്പോൾ യുദ്ധം കഴിഞ്ഞിട്ട് പോരെ എന്ന് ചോദിക്കുമ്പോൾ ഖാലിദ് മറുപടി പറയുന്നുണ്ട്, ഞാൻ ഈ യുദ്ധത്തിൽ കഴിഞ്ഞാൽ ബാക്കിയുണ്ടാകും എന്ന കാര്യം എനിക്ക് ഉറപ്പില്ല, ബാക്കി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ രക്തസാക്ഷിത്വം ഈ യുദ്ധത്തിൽ ഞാൻ കാണുന്നുണ്ട് എന്ന് ഖാലിദ് മറുപടി പറഞ്ഞു. അങ്ങനെ അവരുടെ കല്യാണം നടക്കുന്നുണ്ട് ഉമ്മു ഹക്കീമുമായി. അങ്ങനെ കല്യാണം നടന്ന് അവർ രാത്രി അവരൊന്നിച്ച് താമസിച്ച് പിറ്റേന്ന് പ്രഭാതമായി എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഭക്ഷണം കൊടുത്തു, വലീമത്തിൻ്റെ സദ്യ കൊടുത്ത്. ആ സദ്യ കഴിച്ച് കഴിയുന്നതിന് മുമ്പ് റോമക്കാരവിടെ യുദ്ധത്തിനുള്ള പടയോട്ടം തുടങ്ങിയിരുന്നു. ആദ്യം തന്നെ പഴയകാല യുദ്ധത്തിൻ്റെ സിസ്റ്റം ആദ്യം ഒരു മല്ലയുദ്ധം അല്ലെങ്കിൽ ദ്വന്ദ്വയുദ്ധം നടക്കും. അപ്പോൾ റോമക്കാരിലൊരാൾ മുസ്ലിം പക്ഷത്തു നിന്ന് ഒരാളെ ദ്വന്ദ്വയുദ്ധത്തിന് വേണ്ടി ക്ഷണിച്ചു. ഹബീബ് ബിൻ സലമ റളിയല്ലാഹു അൻഹു ആണ് ചെന്നത്.
ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ഹബീബ് ബിൻ സൽമ റളിയല്ലാഹു അൻഹു അവിടെ ഷഹീദായി ആ കളത്തിൽ വീഴുകയാണ്. തുടർന്ന് മറ്റൊരു ഭടൻ വന്ന് ദ്വന്ദ്വയുദ്ധത്തിന് വേണ്ടി വെല്ലുവിളിച്ചപ്പോൾ രണ്ടാമതായിട്ട് ചെന്നത് സഈദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു ആണ്. അതിശക്തമായ പോരാട്ടമാണ് നടന്നത്. വാളും പരിചയും എല്ലാം ഉപയോഗിച്ചുള്ള പോരാട്ടം അവിടെ നടക്കുന്നുണ്ട്. അവസാനം ഒരു വെട്ടേറ്റ് ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു റോമക്കാരോട് ഏറ്റുമുട്ടി രക്തസാക്ഷിയായി അള്ളാഹുവിലേക്ക് വല്ലാത്ത രീതിയിലുള്ള ഒരു യാത്ര പോവുകയാണ്. തുടർന്ന് ഇരു സൈന്യവും നേർക്ക് നേരെയുള്ള യുദ്ധം അവിടെ നടക്കുകയാണ്. തലയോട്ടികളിലേക്ക് വാളുകൾ അഴിന്നിറങ്ങുന്നതിൻ്റെ ശബ്ദങ്ങൾ, ആർപ്പുവിളികൾ, ആർത്തനാദങ്ങൾ, രക്തം കൊണ്ട് കുതിർന്നു പോകുന്ന ആ മണ്ണ് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. പൊട്ടിപ്പടലങ്ങൾ കൊണ്ട് കുറേ നേരം കുറേ വാളിൻ്റെയും പരിചകളുടെയും മനുഷ്യരുടെ ശബ്ദങ്ങളല്ലാതെ ഒന്നും അവിടെ കേൾക്കാൻ കഴിയുമായിരുന്നില്ല. ആ ഘട്ടത്തിലാണ് തൻ്റെ കുഞ്ഞിനെ അടർത്തി മാറ്റിയാൽ ഒരു പെൺസിംഹത്തിനുണ്ടാവുന്ന ഒരു ക്രൗര്യമുണ്ട്. ആ ഒരു ക്രൗര്യത്തിലാണ് ഉമ്മു ഹക്കീം, ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു ഹക്കീം എന്നവർ യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടുകയാണ്. തലേ ദിവസം താമസിക്കാൻ വേണ്ടി കെട്ടിയിരുന്ന ടെൻറ്റ്, ആ തമ്പുണ്ട്, ആ തമ്പിൻ്റെ മധ്യത്തിൽ വെച്ചിരുന്ന ഒരു കുന്തമുണ്ട്. ആ കുന്തം ഊരിയെടുത്ത് ശത്രുക്കൾക്കിടയിലേക്ക് വല്ലാത്ത ഒരു യുദ്ധം ചെയ്യാനുള്ള ആവേശത്തോടെ ഉമ്മു ഹക്കീം എന്ന വനിത ആ യുദ്ധത്തിലേക്ക് വന്ന് 7ഓളം ആളുകളെ വകവരുത്തുന്നുണ്ട്. റോമക്കാരായ പട്ടാളക്കാരെ 7 ആളുകളെ വകവരുത്തി അവസാനം ആ യുദ്ധം ജയിക്കുന്നത് വരെ ഉമ്മു ഹക്കീം യുദ്ധക്കളത്തിലുണ്ടായിരുന്നു. വല്ലാത്തൊരു പോരാട്ട വീര്യമായിരുന്നു അവരുടേത്. തൻ്റെ ഭർത്താവ് പോയ അതേ വഴി രക്തസാക്ഷിയാവാൻ അവർ ആഗ്രഹിച്ച് യുദ്ധത്തിലേക്ക് എടുത്തു ചാടി. പക്ഷേ വിജയമാണ് അവരെ കാത്തിരുന്നത്. ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച് ഇസ്ലാം നേരിട്ട് മനസ്സിലാക്കിയ പ്രമുഖരായ പല സ്വഹാബാക്കളും ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ കൊല്ലപ്പെട്ടവരിൽ ഏറ്റവും പ്രധാനിയായ ആളുകളിൽ ഒരാളായിരുന്നു ഖാലിദ് ബിൻ സഈദ് ബിൻ ആസ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഒരു അത്ഭുതം സംഭവിച്ചു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ വെട്ടിയ റോമക്കാരനായ പട്ടാളക്കാരൻ ഒരു അത്ഭുതം ആ യുദ്ധക്കളത്തിൽ കണ്ടു. അത് അദ്ദേഹം തന്നെ പിന്നീട് പറയുന്നുണ്ട്. ഞാൻ ഖാലിദിനെ വെട്ടി ഉടനെ തന്നെ ആകാശത്ത് മുകളിലായി പ്രത്യേകമായ ഒരു പ്രകാശത്തിൻ്റെ ഗോളം പ്രത്യക്ഷപ്പെട്ടത് അവിടെ നിൽക്കുകയും പിന്നീട് ഇറങ്ങി വന്ന് ഖാലിദിന് പൊതിഞ്ഞു നിൽക്കുന്നതും കുറേ സമയം ഞാൻ കണ്ടു നിന്നു. ആ കാഴ്ച എന്നെ വല്ലാതെ ഹഠാത് ആകർഷിച്ചു. എന്തൊരു അത്ഭുതമാണ് ഈ നടക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കാഴ്ചയാണ്. ആ ഒരു സംഭവം ആ റോമക്കാരനായ പട്ടാളക്കാരൻ്റെ മനസ്സിൽ മാറ്റത്തിന് നാന്തി കുറിച്ചു. ആ സംഭവം കണ്ടതിന് ശേഷം തൻ്റെ കൈകളെ കൊണ്ട് ഖാലിദ് വധിക്കപ്പെട്ടല്ലോ എന്ന വലിയ സങ്കടമുണ്ടായിരുന്നു ആ പട്ടാളക്കാരന്. ആ പട്ടാളക്കാരനടക്കം നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ കൂടെ ഈ റോമക്കാരുമായുള്ള യുദ്ധം കാരണമായി. അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സമർപ്പിച്ച് അവിടുത്തെ സ്നേഹിച്ച് ആ സാന്നിധ്യത്തിൽ എല്ലാം ത്യജിച്ച വല്ലാത്ത ഒരു ജീവിതത്തിനുടമയായിരുന്നു ഖാലിദ് ബിൻ സഈദ് ബിൻ ആസ് റളിയല്ലാഹു അൻഹു. അവർ വിരോചിതമായി റബ്ബിലേക്ക് പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കാണാൻ നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.